എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് 3 രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. 1, ഗ്രഹനക്ഷത്രങ്ങളുടെ പ്രഭാവം. 2, വാസ്തുദോഷങ്ങളിലൂടെ. 3, നാം ചെയ്യുന്ന മോശമായ കർമ്മഫലങ്ങളിലൂടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഗ്രഹനക്ഷത്രങ്ങളുടെ പ്രഭാവം കുറയ്ക്കാനാകും. പക്ഷേ ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങളിലൂടെ അല്ലാതെ വാസ്തുദോഷത്തെ പരിഹരിക്കാനാവില്ല. അതായത് പൂജകൾ ചെയ്തതുകൊണ്ടോ, ഹോമങ്ങൾ നടത്തിയതുകൊണ്ടോ, യന്ത്രങ്ങൾ സ്ഥാപിച്ചതുകൊണ്ടോ, തന്ത്രക്രിയ ചെയ്തതുകൊണ്ടോ വാസ്തുദോഷത്തിൽ നിന്ന് മുക്തി നേടാനാവില്ല എന്ന കാര്യം വിനീതമായി പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിലെ വിഷയത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തിൽ ഏതെല്ലാം ചിത്രങ്ങളെ നമുക്ക് ഭവനങ്ങളിൽ വയ്ക്കാം, ഏതെല്ലാം ചിത്രങ്ങളെ നമുക്ക് വയ്ക്കാൻ പാടില്ല എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണിൽ അമർത്തുക. സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. ഭവനത്തിൽ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ, ഓഫീസ് മുറിയിലായാലും ഭവനങ്ങളിലായാലും നാം വയ്ക്കുന്ന ചിത്രങ്ങൾ, അത് നമ്മുടെ മനസ്സിനെ നന്നായി സ്വാധീനിക്കുന്നു. ഇതിനെ സിംബോളിക് മെഡിറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്രതീകാത്മകമായ ചിന്തനം. ഇതിനെപ്പറ്റി വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. ആദ്യം ഭവനങ്ങളിൽ വെക്കാൻ പാടില്ലാത്ത ചിത്രങ്ങളെ പറ്റിയും അതിനുള്ള കാരണവും പറയാം. ഭവനത്തിൽ മഹാഭാരതം അല്ലെങ്കിൽ അതുപോലെയുള്ള ചിത്രങ്ങൾ വയ്ക്കാൻ പാടില്ല. ഇത് നമ്മുടെ മനസ്സിൻ്റെ വൈരാഗ്യ ബുദ്ധി ഉണർത്തുന്നു. ഭവനങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു. അടുത്തതായി ശിവതാണ്ഡവം. ശിവൻ താണ്ഡവമാടുന്ന ചിത്രമോ വിഗ്രഹങ്ങളോ ഭവനത്തിൽ വെക്കാൻ പാടില്ല. ഇത് വിനാശകാരകമാകുന്നു. ഭവനത്തിൽ ഒരിക്കലും നിൽക്കുന്ന ലക്ഷ്മിയുടെ ചിത്രം വയ്ക്കാൻ പാടില്ല. ലക്ഷ്മിയെ ചഞ്ചല എന്നും അറിയപ്പെടുന്നു. ലക്ഷ്മി ഒരിക്കലും ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കില്ല. ലക്ഷ്മി താമരയുടെ മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വേണം ഭവനത്തിൽ വയ്ക്കാൻ. കരയുന്ന കുഞ്ഞിൻ്റെ ചിത്രം, ഇത് മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. ഇതുപോലെയുള്ള ശോകജനകമായ ചിത്രങ്ങളും ഭവനങ്ങളിൽ വയ്ക്കാൻ പാടില്ല. അടുത്തതായി കാട്ടുമൃഗങ്ങളുടെ ചിത്രങ്ങൾ. വേട്ടയ്ക്കൊരുങ്ങി നിൽക്കുന്ന കാട്ടുമൃഗങ്ങളെയും ക്രൂരത കാണിച്ചു നിൽക്കുന്ന കാട്ടുമൃഗങ്ങളുടെ ചിത്രങ്ങൾ ഭവനത്തിൽ വയ്ക്കാൻ പാടില്ല. ഇത് നമ്മുടെ മനസ്സിൻ്റെ ഹിംസാജനകമായ വികാരങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഇനി ഭവനങ്ങളിൽ വെക്കാൻ പറ്റുന്ന ചിത്രങ്ങളെ പറ്റിയും അതിൻ്റെ ഉപയോഗങ്ങളെ പറ്റി പറയാം. ഓരോ ചിത്രങ്ങളുടെയും സന്ദേശങ്ങൾ മനസ്സിലാക്കി ഓരോ ദിശകളുടെ സ്വഭാവവും അറിഞ്ഞ് ചിത്രങ്ങളെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഉപയോഗപ്രദമുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞത് ദിശകളുടെ ഗുണവും ചിത്രങ്ങളുടെ സന്ദേശവും മനസ്സിലാക്കി വേണം ചിത്രങ്ങളെ വയ്ക്കാൻ. രാമദർബാർ. ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ എല്ലാവരും ചേർന്നുള്ള ഫോട്ടോയാണ് രാമദർബാർ എന്നറിയപ്പെടുന്നത്. ഈ ഫോട്ടോ കിഴക്ക് ദിശയിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഭവനത്തിൽ കുടുംബാംഗങ്ങളുടെ ഐക്യത വർദ്ധിക്കാൻ സഹായകമാകും. അടുത്തതായി നീന്തുന്ന രാജഹംസം, അതായത് അരയന്നം. ഈ ചിത്രത്തെ വടക്ക് ദിശയിൽ വയ്ക്കുകയാണെങ്കിൽ, അതായത് ഭവനത്തിന് ഉള്ളിലേക്ക് നീന്തി വരുന്ന രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പുതിയ അവസരങ്ങൾ കൊണ്ട് തരുന്നതായിരിക്കും. ലിവിംഗ് റൂമിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നതും അത് പശുവിന് ചാരി നിൽക്കുന്നതും ഒരു കാല് പൊങ്ങി ഒരു കാല് പൊക്കി അടുത്ത കാലിൽ ചാരി വയ്ക്കുന്ന രീതിയിലുള്ള ഫോട്ടോ നിങ്ങൾ കണ്ടിരിക്കും. ഈ ഫോട്ടോ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗഭാഗ്യമുണ്ടാവും. ഇത് ലിവിംഗ് റൂമിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ വയ്ക്കുക. ഭവനത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വയ്ക്കുകയാണെങ്കിൽ കുടുംബത്തിലെ ഐക്യത വർദ്ധിക്കുകയും പരസ്പര ബഹുമാനം കൂടുകയും ചെയ്യും. അടുത്തതായി യശോദയും കണ്ണനും. യശോദയും കണ്ണനും ഉള്ള ഫോട്ടോ നിങ്ങൾ ഗർഭവതിയായ സ്ത്രീകളുടെ കിടക്കയുടെ നേർക്ക് വയ്ക്കുക. കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെ മുറിയിലും ഇതുണ്ടാകുന്നത് വളരെ നല്ലതാണ്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യുക.
സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്ര രഹസ്യങ്ങളും അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.